പക്ഷേ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയ തിരിച്ചടി കിട്ടിയതിന് തൊട്ടു പിന്നാലെ അവർക്ക് ഇപ്പോൾ ഭരണമുള്ള ഏക സംസ്ഥാനമായിട്ടുള്ള പഞ്ചാബിലും വലിയ കരുനീക്കങ്ങൾ നടക്കുന്നതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ ആം ആദ്മിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഭഗവന്ത് മാൻ വലിയ അഴിമതിക്കാരനാണ് എന്ന് ആരോപിച്ചുകൊണ്ട് 30ഓളം MLA മാർ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്നാണ് വാർത്തകൾ. അതായത് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പ്രതാപ് സിംഗ് ബജ്വ വലിയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവരുമായിട്ട് സ്ഥിരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ ഇങ്ങോട്ട് വരും. ഈ ഭഗവന്ത് മാനും കുറച്ച് MLA മാരും കൂടെ BJP-യിലോട്ട് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്ന ആരോപണം അടക്കം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. കെജ്രിവാൾ വരെ ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുമുണ്ട്. അതിനിടയിൽ അമിത്ഷാ പഞ്ചാബിലേക്ക് പോകുന്നു എന്ന വാർത്തയും വരുന്നുണ്ട്. എല്ലാം കൂടെ ഉള്ള സീറ്റും ഉള്ള ഭരണവും കൂടെ പോകുന്ന അവസ്ഥയിലേക്കാണോ ആം ആദ്മി പോകുന്നത്? ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് വിലയിരുത്താൻ പറ്റുന്നത്. അതിൻ്റെ കാരണം ആം ആദ്മി പാർട്ടിക്ക് കെട്ടുറപ്പുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഘടനാ സംവിധാനമില്ല. ആ കെട്ടുറപ്പുണ്ടാക്കാൻ പറ്റുന്ന സംഘടനാ സംവിധാനം ഇല്ലാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് ഒരു പ്രത്യയശാസ്ത്രപരമായി നിർമ്മിക്കപ്പെട്ട പാർട്ടിയല്ല. അതിനൊരു പ്രത്യയശാസ്ത്രമില്ല. ശരി, പ്രത്യയശാസ്ത്രം വേണ്ട, രാഷ്ട്രീയത്തിൽ മത്സരിക്കാനും വിജയിക്കാനും എന്ന് തെളിയിച്ചൊരു പാർട്ടി കൂടിയാണ് ആം ആദ്മി പാർട്ടി. പക്ഷേ അത് ശരിയാണ്, തിരഞ്ഞെടുപ്പിൽ ജയിക്കാനും അതുപോലെ മന്ത്രിസഭ ഉണ്ടാക്കാനും ഒന്നും പ്രത്യയശാസ്ത്രം വേണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ പാർട്ടിയായിട്ട് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനൊരു പ്രത്യയശാസ്ത്രം വേണം. ഇപ്പോൾ BJP-യുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത് RSS ആണ്. അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങളെല്ലാം രൂപപ്പെടുത്തുന്നത്. RSS പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. അവർക്ക് വളരെ കൃത്യമായിട്ട് ഉള്ള പ്രത്യയശാസ്ത്രമുണ്ട്. ആ പ്രത്യയശാസ്ത്രത്തെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രമാണ് BJP എന്ന് പറയുന്ന പാർട്ടി. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് RSS ആണ്. ശരി, RSS ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അധികാരത്തിലേക്ക് വരുന്നില്ല, മന്ത്രിയാകുന്നില്ല, ഒരു കിണ്ടിയുമാകുന്നില്ല. പക്ഷേ എല്ലാം അവർ തീരുമാനിക്കുന്നതിനനുസരിച്ച് നടപ്പിലാക്കണം എന്ന് നിർബന്ധ ബുദ്ധി അവർക്കുണ്ട്. അതനുസരിച്ച് കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത്ര കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻ, അച്ചടക്കമാണ് ആ സംവിധാനത്തിൻ്റെ പ്രത്യേകത. എന്നാൽ ആം ആദ്മി പാർട്ടിയിൽ അങ്ങനത്തെ ഒരു പ്രത്യേക ഡിസിപ്ലിൻ കൊണ്ടുവരുന്ന, അച്ചടക്കം കൊണ്ടുവരാവുന്നതായിട്ടുള്ള ഒരു സംഘടന സ്ട്രക്ചറില്ല. അതാണ് പ്രശ്നം. അപ്പോൾ അവിടെ കേജ്രിവാളാണ് ആം ആദ്മി പാർട്ടി. അത് ഡൽഹിയിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ പാർട്ടി ജയിച്ചതും ആ പാർട്ടി തോറ്റതും. കേജ്രിവാൾ അഴിമതിക്കാരനാണ് എന്ന് വന്നപ്പോഴാണ്, അതേപോലെ തന്നെ ആർഭാടപൂർവ്വമായിട്ടുള്ള ജീവൻ നയിക്കുന്നവനാണ്, അതോടൊപ്പം ഏകാധിപതി കൂടിയാണ് എന്ന് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ പരാജയപ്പെട്ടത്. പഞ്ചാബിലേക്ക് വരുന്ന സമയത്ത് പഞ്ചാബിൽ അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്നതിൻ്റെ മുഖ്യമന്ത്രി ഭഗവത് മാൻ എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രിയും ഏകാധിപതിയാണ് എന്നാണ് അവിടുത്തെ അവരുടെ രാഷ്ട്രീയാനുഭവത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നതായിട്ടുള്ള MLA-മാർ മനസ്സിലാക്കിയത്. അവർക്ക് യാതൊരു പരിഗണനയും കിട്ടുന്നില്ല എന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അദ്ദേഹത്തിനെതിരെ കലാപം പ്രഖ്യാപിക്കുന്നു. ആ കലാപം എന്ന് പറയുന്നത് മുതലെടുക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് പരിശ്രമിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് പഞ്ചാബിൽ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്നത് ഇന്ത്യ ഞെട്ടലോടുകൂടി മാത്രം കേട്ടൊരു കാര്യം. കാരണം അതിനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടായിരുന്നില്ല. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു അവരുടെ വോളണ്ടിയർ സംഘങ്ങൾ വളരെ കൃത്യമായിട്ട് ഓരോ വീട്ടിലും ചെന്ന് ഗ്രാസ് റൂട്ട് ലെവലിൽ പഠിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നൊരു സംവിധാനമാണ്. ആ സംവിധാനം അധികാരത്തിലേക്ക് വരും എന്ന് ഞങ്ങളൊക്കെ കരുതിയിരുന്നു. പഞ്ചാബിൽ പക്ഷേ ഞാനങ്ങനെ കരുതിയിരുന്നില്ല, ഞാനിത് വീക്ഷിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിലാണ് ആ അധികാരത്തിലെത്തിയത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് നമ്മൾക്ക് അത്ഭുതം ഉണ്ടാക്കിയതുപോലെ തന്നെ കേജ്രിവാളിനും അത്ഭുതം ഉണ്ടാക്കി. അതുകൊണ്ടാണ് കേജ്രിവാൾ ഇന്ത്യയിലെമ്പാടും ഇതേപോലെ അധികാരത്തിലെത്താൻ പറ്റും എന്ന് വിശ്വസിക്കുകയും ഗോവയിൽ അതിനുവേണ്ടിയുള്ള ഓപ്പറേഷൻസ് ആരംഭിക്കുകയും അവിടെ പരാജയപ്പെടുകയും ചെയ്തു. വൻപിച്ച തോതിലാണ് ഗോവയിൽ ആം ആദ്മിയുടെ പരീക്ഷണം പരാജയപ്പെട്ടത്. ഗുജറാത്തിൽ നടത്തി. ഗുജറാത്തിലും പരാജയപ്പെട്ടെങ്കിലും ഗുജറാത്തിൽ ഗോവയിലെ പരാജയത്തിനേക്കാൾ മെച്ചപ്പെട്ട പരാജയമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കോൺഗ്രസ് അവിടെ ഒട്ടും റിവൈവ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ഒരു സ്പേസ് ഇപ്പോഴും ഉണ്ട് ഗുജറാത്തിൽ. BJP-ക്ക് ബദൽ എന്ന നിലക്ക് ആം ആദ്മി പാർട്ടിക്ക് വളർന്നു വരാനായിട്ടുള്ള ബദലുണ്ട്. പക്ഷേ ഹീ സെർച്ചിങ് ഫോർ എ ലീഡർ. ഗുജറാത്തിൽ ഒരു നല്ല നേതാവിനെ അന്വേഷിച്ച് അദ്ദേഹം നടക്കുകയാണ് ചെയ്യുന്നത്. നല്ല നേതാവുണ്ടെങ്കിൽ മാത്രമാണ് ഈ സാധനത്തിന് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ഭഗവന്ത് സിംഗ് മാൻ അങ്ങനത്തെ ഒരാളാണ്. പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ നല്ല നേതാവ് എന്ന് പറയുന്നത് ഒരു ഏകാധിപതിയായി മാറുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ തീരുമാനിക്കും, നിങ്ങളൊക്കെ അനുസരിച്ചാലും മതി എന്ന നിലപാട് വന്ന സമയത്താണ് ഇവരെല്ലാവരും കൂടി കലാപക്കൊടി ഉയർത്തി അവർ കോൺഗ്രസ്സുകാരായിട്ട് സംസാരിക്കുകയും ബന്ധപ്പെടുകയും ചെയ്തു. ഡൽഹിയിൽ പരാജയമുണ്ടായിരുന്നില്ലെങ്കിൽ പക്ഷേ ഈ കലാപം ഇതേപോലെ ശബ്ദിക്കില്ലായിരുന്നു. അതെ അതെ ഒരു വലിയ ശബ്ദം പെരുമ്പുറ മുഴക്കം പോലെ വന്നിരിക്കുകയാണ്. പൊതുവെ എല്ലാവരും എപ്പോഴാണ് ഇനി ആപ്പിൻ്റെ മന്ത്രിസഭ പഞ്ചാബിൽ വീഴുന്നത് എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. അതിന് ആക്കം കൂട്ടിയത് യഥാർത്ഥത്തിൽ ഈ ഡൽഹിയിലെ പരാജയമാണ്. അതിന് തുടർച്ചയുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ പ്രശ്നങ്ങളാവും ഇവിടെ എന്ന് തന്നെയാണ് കരുതുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് നമ്മൾ വിലയിരുത്തേണ്ടത് ആ പാർട്ടിയുടെ രാഷ്ട്രീയ സംവിധാനം എന്ന് പറയുന്നതും അതിൻ്റെ സ്ട്രക്ചറും തന്നെയാണ്. അതിപ്പോൾ BJPയുമായിട്ട് മത്സരിക്കുന്ന സമയത്ത് അവരെടുത്ത നിലപാടെന്താണ്? ഡൽഹിയിൽ അവർ തീവ്ര ഹിന്ദുത്വത്തിൻ്റെ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. എന്താണോ BJP ചെയ്യുന്നത് അത് തന്നെ ഞങ്ങളും ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാമക്ഷേത്രത്തിന് പകരം ഹനുമാൻ ക്ഷേത്രം എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കാനുള്ള കാരണം അതാണ്. അപ്പോൾ അവിടെ ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടുകളൊന്നുമില്ല. ആം ആദ്മി എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യൻ അവൻ്റെ രാഷ്ട്രീയമാണ്, അവൻ്റെ പാർട്ടിയാണ് എന്നവനെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ അവർ പ്രവർത്തിച്ച് കഴിയുമ്പോഴാണ് അവരുടെ കൂടെ വിടുന്നത്. പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സംവിധാനമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാര്യപരിപാടി ഉണ്ടാവും. ഒരു പ്രത്യയശാസ്ത്ര ചട്ടക്കൂടതിന് വേണം. ഇതൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ ഈ നേതാവിനേക്കാൾ മുൻപിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ മേധാവിത്വം വരുന്നത് ഈ ചട്ടക്കൂടിനും അതുപോലെ അതിൻ്റെ നയങ്ങൾക്കും അതിൻ്റെ പ്രത്യയശാസ്ത്രത്തിനാണ്. ഇവിടെ അതല്ല. ഇതിനൊക്കെ പകരമായിട്ട് ഒരാളെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾക്കുണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങളും മാറ്റങ്ങളും ഒക്കെ പ്രസ്ഥാനത്തിനെ ബാധിക്കുകയും അങ്ങനെ പ്രസ്ഥാനം തകർച്ചയിലേക്ക് വീഴുകയും ചെയ്യുന്നു. അതുകൊണ്ട് പഞ്ചാബിൽ എപ്പോൾ ആണെങ്കിലും ഇത് അടിപൊളിഞ്ഞ് വീഴാവുന്ന അവസ്ഥയുണ്ട്, ഇല്ലെന്ന് കാണുന്നത് ശരിയല്ല. അത് ഇപ്പോൾ വരുന്ന ഒബ്സർവേഷൻസൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേയധികം ആളുകൾ കോൺഗ്രസ്സിലേക്ക് പോകും, കുറച്ച് പേര് BJPയിലേക്കും പോകുന്നതാണ്. BJP ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ വളരെ കൃത്യമായിട്ട് ചാക്കിൽ കയറ്റാനായിട്ട് വിദഗ്ധരായിട്ടുള്ള ആളുകളാണ്. അമിത്ഷാ അങ്ങോട്ട് പോയാൽ അമിത്ഷായുടെ ഒരു ഓപ്പറേഷൻ പഞ്ചാബിൽ നടക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. കാരണം അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം, മോദിയെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചാബ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ് അവർക്ക്. കാരണം ഈ വലിയ വലിയ കാർഷിക സമരങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ഊർജ്ജ പ്രവാഹം എന്ന് പറയുന്നത് പഞ്ചാബിൽ നിന്നാണ്. പഞ്ചാബിൽ നിന്ന് ട്രാക്ടർ ഓടിച്ച് വന്നിട്ടാണ് അവർ ഡൽഹിയെ ശരിക്കും സ്തംഭിപ്പിക്കുന്നത് ശരിക്കും. അപ്പോൾ ഡൽഹി, ഹരിയാന പോലെയുള്ള പ്രദേശങ്ങളിലുള്ള കർഷകരുടെ ഒരു ശക്തി എന്ന് പറയുന്നത് BJPക്ക് ഒപ്പം നിൽക്കണമെന്ന് BJPക്ക് ആഗ്രഹങ്ങളാണ്. അതുകൊണ്ട് പഞ്ചാബിൽ ഇവിടെ ഇങ്ങനെ ആപ്പ് ദുർബലപ്പെട്ടാൽ അവിടേക്ക് പെട്ടെന്ന് ഈ BJPയുടെ ഓപ്പറേഷൻ സിസ്റ്റം കടന്നു വരുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ അപ്പോൾ ഈ പലപ്പോഴും കോൺഗ്രസ് BJPക്കെതിരെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓപ്പറേഷൻ ലോട്ടസ്, ഓപ്പറേഷൻ താമര. ആളുകളെ അങ്ങോട്ട് വലിക്കുന്നു, ചാക്കിലാക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ് പഞ്ചാബിൽ പരാജയപ്പെട്ടത് അവിടുത്തെ ജനങ്ങൾ കോൺഗ്രസിനെതിരായി വോട്ട് ചെയ്തതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നത്. അതിനെ മറിച്ചിടാൻ വേണ്ടി കോൺഗ്രസും ശ്രമിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അവർ തന്നെ പറയുന്നത്. നമ്മൾ ആരോപണം ഉന്നയിക്കുന്നതല്ല. അപ്പോൾ ഈ ധാർമ്മികത, ഓപ്പറേഷൻ ലോട്ടസ്, ആ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവരും ചെയ്യുന്നു എന്നുള്ളത് തന്നെയല്ലേ? അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആത്യന്തികമായിട്ട് ആഗ്രഹിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിലൂടെ അധികാരത്തിൽ വന്ന സർക്കാരിനെ എങ്ങനെയാണ് തല്ലിയൊടിച്ച് താഴെയിടുക എന്നുള്ളതാണ്. BJP ആണത് ഏറ്റവും വിദഗ്ധമായിട്ടുള്ള ഇത് ചെയ്യുന്നത്. കോൺഗ്രസിന് കാഴ്ചക്കാരായിട്ട് മാത്രമേ നിൽക്കാൻ കഴിയുന്നു. അപ്പോഴാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് BJP ഇങ്ങനെ ആളെ ചാക്കിൽ കയറ്റി കുതിരക്കച്ചവടം നടത്തി ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളത്. കോൺഗ്രസിന് അതിന് സൗകര്യം കിട്ടിയ കോൺഗ്രസ് ചെയ്യും. അപ്പോൾ പോളിസികളല്ല പ്രശ്നം, പോളിസി പറയാൻ മാത്രമുള്ളതാണ്. പോളിസി ഇല്ല, പോളിസി ഉണ്ടെങ്കിൽ പിന്നെ കോൺഗ്രസ് ചെയ്യാൻ പാടില്ല. ഒരു സർക്കാരിനെ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ട് സർക്കാരിൻ്റെ കാലാവധി തീരുന്നവരെ അവർ ഭരിക്കട്ടെ എന്ന് തീരുമാനിക്കുകയല്ലേ ചെയ്യേണ്ടത്. അതല്ലാണ്ട് അവനെ കാലുമാറ്റി കൊണ്ടുവരുന്നത് ശരിയല്ല. സർക്കാർ എടുക്കുന്ന നിലപാടുകൾ ജനവിരുദ്ധവും അതേപോലെ തന്നെ സമൂഹത്തിന് കൊള്ളാത്തതാണെങ്കിൽ അതിനെതിരെ സമരം ചെയ്യാം, പ്രതിഷേധം ഉയർത്താം, ജനങ്ങളുടെ വികാരത്തെ വളർത്തിയെടുക്കാം. പക്ഷേ ഇവിടെ അതൊന്നുമല്ല സംഭവിക്കുന്നത്. പകരം MLA 2 കോടി രൂപ എടുത്തൊരു MLA കിട്ടും, അവനെ പെറുക്കി ചാക്കിലിടുക. ഈ രീതിയിലുള്ള കുതിരക്കച്ചവടമാണ് അവിടെ നടക്കുന്നത്. അത് BJP ചെയ്താൽ തെറ്റ്, കോൺഗ്രസ് ചെയ്താൽ തെറ്റല്ല എന്ന സമീപനമാണ് ഈ കാര്യത്തിൽ കോൺഗ്രസ് പഞ്ചാബിലെ കാര്യത്തിൽ നമ്മളുടെ മുന്നിൽ വെക്കുന്ന കാര്യം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ്സിന് ആ കാര്യത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന്. ഈ MLAമാർ വിൽക്കപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്നവരാണെങ്കിൽ അവരെ വാങ്ങാൻ ശേഷിയുള്ളത് BJPക്കാണ്, കോൺഗ്രസ്സിനല്ല. കാരണം പണം അവരുടെ കയ്യിലാണല്ലോ, അധികാരം അവരുടെ കയ്യിലാണ്. ഈ രണ്ട് കാര്യം നിലനിൽക്കുന്നിടത്തോളം കാലം
അവർക്കത് ചെയ്യാൻ കഴിയുള്ളൂ, കോൺഗ്രസ്സിനെ ചെയ്യാൻ കഴിയില്ല. കോൺഗ്രസ്സുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കൊള്ളാം എന്നല്ലാതെ ഇങ്ങനെ കുതിരക്കച്ചവടത്തിനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിൽ വിജയിക്കുക BJP ആയിരിക്കും, കോൺഗ്രസ് ആയിരിക്കില്ല. തീർച്ചയായിട്ടും.